Let us understand the architecture of 8051 in a simplified manner. അപ്പോൾ ആദ്യം വരുന്നത് സിസ്റ്റം ബസ് ആണ്. സിസ്റ്റം ബസ് എന്ന് പറയുന്നത് ദാറ്റ് കണക്ട്സ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് കമ്പോണൻസ് സോ ദാറ്റ് ഡേറ്റ ഓർ അഡ്രസ് ഓർ കൺട്രോൾ സിഗ്നൽസ് ക്യാൻ ഫ്ലോ ബിറ്റ്വീൻ കമ്പോണൻസ്. അതിനാണ് സിസ്റ്റം ബസ് എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റം ബസ്സിൽ അഡ്രസ് വരാം, ഡേറ്റ വരാം, കൺട്രോൾ സിഗ്നൽ വരാം. എന്ത് പറയാം? System bus is a combination of address bus, data bus, control signals. Again, address is യൂസ് ചെയ്യുന്ന 16 ബിറ്റിൻ്റെ അഡ്രസ് ലൈൻസ് ആണ്. ഇനി ഡേറ്റ എന്ന് പറയുന്നത് 8 ബിറ്റ് ആണ്. സോ ഐ നീഡ് 8 ലൈൻസ് ഫോർ ഡേറ്റ. ഇതിലെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ CPU ആണ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അതാണ് ഓൾ ഓപ്പറേഷൻ, അർത്ഥമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ ചെയ്യുന്നത്. ഈ ലോജിക്കൽ ഓപ്പറേഷൻ ചെയ്യുന്നതും സാധനമല്ല ഒരു രജിസ്റ്ററിൽ സേവ് ആക്കും. അതിനെ കോമൺലി പറയുന്ന പേരാണ് സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സ്. അതായത് 2 അഡീഷൻ ഓപ്പറേഷൻ നടത്തിയാൽ അഡീഷൻ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി 2 ഓപ്പറൻറ്റ് വേണം. ദേ ആർ സ്റ്റോർഡ് ഇൻ രജിസ്റ്റേഴ്സ് എ ആൻഡ് ബി. ഫോർ എക്സാമ്പിൾ എ ആൻഡ് ബി ആണ് രജിസ്റ്റർ എന്ന് വിചാരിച്ചോ. എ എന്ന് പറയുന്ന അക്യുമുലേറ്റർ, ബി എന്ന് പറയുന്ന രണ്ടാമത്തെ രജിസ്റ്റർ. ആൻഡ് ഇഫ് ഐ ഗീവ് ആഡ് എ കോമ ബി എന്ന് പറയുമ്പോൾ ദ ബി വാല്യൂ ഇൻ ബി ഈസ് ആഡഡ് ടു എ ആൻഡ് സ്റ്റോർഡ് ഇൻ എ ഇറ്റ് സെൽഫ്. അപ്പോൾ എന്താണ്? ദേ ആർ രജിസ്റ്റേഴ്സ്. അപ്പോൾ ആ റിസൾട്ട് എല്ലാം ഒരു രജിസ്റ്റർ കിടക്കുകയാണ്. ദേ ആർ എ പാർട്ട് ഓഫ് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് വിച്ച് ആർ ഇൻസൈഡ് ദ CPU ഓൺലി. പടത്തിൽ എന്തായാലും പുറത്താണ് കാണിച്ചിരിക്കുന്നത്, ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി ഇൻസൈഡ് ദ CPU. പിന്നെ വരുന്നത് ഇന്റേണൽ റോമും ഇന്റേണൽ റാമും. ഇന്റേണൽ റോം എന്തിനായിരുന്നു? പ്രോഗ്രാം സ്റ്റോർ ചെയ്തിരിക്കുന്നത്, പെർമനൻ്റ്ലി സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇന്റേണൽ റോമിലും വിച്ച് ഇസ് സൈസ് 4 KB. എഗെയിൻ ഇന്റേണൽ റാമിൽ എന്താണ്? നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാം, യൂസർ ഡിഫൈൻഡ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്റേണൽ റാം വിച്ച് ഇസ് 128 ബൈറ്റ്സ്. ദെൻ വി ഹാവ് ടൈമേഴ്സ്, ടൈമർ 1 ആൻഡ് ടൈമർ 0. 2 ടൈമറുണ്ട്, രണ്ടും 16 ബിറ്റ് ടൈമേഴ്സ് ആണ്. സോ അതിന് എന്തായാലും ഇൻപുട്ട് വേണം ഫോർ വർക്കിംഗ്. നമുക്ക് പിന്നെ കവറപ്പ് ചെയ്യാം. പിന്നെ ബസ് കൺട്രോൾ. ബസ് കൺട്രോൾ എന്ന് പറയുന്നത് സാധാരണ കേസിൽ ഒരു എക്സ്റ്റേണൽ പെർഫറൽ കണക്ട് ചെയ്യുമ്പോൾ, മീൻസ് എക്സ്റ്റേണൽ റാമോ എക്സ്റ്റേണൽ റോമോ കണക്ട് ചെയ്യുമ്പോൾ അവർക്ക് സിഗ്നൽ കൊടുക്കണം. ഞാൻ പ്രോസസ്സർ റീഡ് ചെയ്യാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രോസസ്സർ റൈറ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രോസസ്സർ വേറെ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടോ എന്ന് ഇൻഫോർമേഷൻ പുറത്തു കൊടുക്കണം. അതിനു വേണ്ടി ഒരു പിന്ന് വേണം. അപ്പം അതിനെ കൺട്രോൾ ചെയ്യാൻ എന്ത് വേണം? അതിലും കൺട്രോൾ ബസ്സാണ്, കൺട്രോളാണ്. അപ്പം അതിനെ കൺട്രോൾ ചെയ്യാൻ കൺട്രോൾ ബസ് വേണം. അപ്പോൾ സർക്യൂട്ട് യൂണിറ്റ് ഉണ്ട്. സോ കൺട്രോളിങ് ദ സിഗ്നൽ ഗോയിങ് ഔട്ട് ഓഫ് ദ CPU അല്ലെ ഔട്ട് ഓഫ് ദ IC. ഇനി IO പോർട്സ് ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ്. എഗെയിൻ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് എന്താ? ഇൻപുട്ട് പോർട്ടായിട്ട് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് പോർട്ടായിട്ട് യൂസ് ചെയ്യാൻ. പിന്നെ വരുന്ന സീരിയൽ പോർട്ട് ഫോർ സീരിയൽ കമ്മ്യൂണിക്കേഷൻ. ഇനി CPU വർക്ക് ചെയ്യാൻ വേണ്ടി ക്ലോക്ക് കൊടുക്കേണ്ടി വരും. ബിക്കോസ് CPU വോണ്ട് അണ്ടർസ്റ്റാൻഡ് ടൈം. നമ്മൾ സാധാരണ ക്ലോക്കിൽ നോക്കിയാണ് നമ്മൾ സമയം തിരിച്ചറിയുന്നത്. അപ്പോൾ ഈ സമയത്ത് കഴിക്കണം, ഈ സമയത്ത് കളിക്കണം, ഈ സമയത്ത് പഠിക്കണം. എങ്ങനെ അറിയും? ബിക്കോസ് യുവർ ബ്രെയിൻ നോസ് ഇറ്റ്. ബട്ട് CPU ബ്രെയിൻ ഇല്ല. CPU വർക്ക്സ് ഓൺ ദ ക്ലോക്ക്. ക്ലോക്കിനനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഓരോ ക്ലോക്ക് കൊടുക്കുമ്പോൾ അത് പണിയെടുക്കും. അപ്പോൾ ക്ലോക്ക് കൊടുക്കുന്ന ആരാണ്? ഓസിലേറ്റർ സർക്യൂട്ട്. അതാണ് OSC. ആ ഓസിലേറ്റർ സർക്യൂട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ക്രിസ്റ്റൽ ഓസിലേറ്റർ കണക്ട് ചെയ്യണം. വേർ ഇസ് ദ ക്രിസ്റ്റൽ ഓസിലേറ്റർ കണക്റ്റഡ്? ടു ദ പിൻ ATL1, XTL1 ആൻഡ് XTL2. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ CPU എന്ത് കിട്ടും? കറക്റ്റായിട്ട് ക്ലോക്ക് കിട്ടും. ദിസ് ക്ലോക്ക് ക്യാൻ ബി ഗിവൺ ടു അതർ കമ്പോണൻസ് ഇൻ ദ IC ഓർ മൈക്രോ കൺട്രോളർ. ഇനി വരുന്നത് ഇൻട്രപ്റ്റ് കൺട്രോൾ. എന്തെങ്കിലും ഇൻട്രപ്റ്റ് വരുമ്പോൾ, ആരെങ്കിലും ഇൻട്രപ്റ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? അയാൾ തിരിഞ്ഞു നോക്കും. അതേപോലെ ഒരു എക്സ്റ്റേണൽ പെർഫറല് ഇൻട്രപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ, എക്സ്റ്റേണൽ പെർഫറലോ ഇന്റേണൽ എന്തെങ്കിലും എക്യുപ്മെന്റ്സോ ഇൻട്രപ്റ്റ് കൊടുക്കുമ്പോൾ CPU എന്തോ തിരിഞ്ഞു നോക്കും. തിരിഞ്ഞു നോക്കുന്ന മീൻസ് ഇറ്റ് ഗീവ്സ് അറ്റൻഷൻ ടു ദാറ്റ് പ്രോബ്ലം. തിരിഞ്ഞു നോക്കിയിട്ട് ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനുള്ള പ്രോഗ്രാം റൺ ചെയ്യാൻ തുടങ്ങും. അതിനെയാണ് ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീൻ. എന്തെങ്കിലും ഇൻട്രപ്റ്റ് വരുമ്പോൾ അതിനെ സർവീസ് ചെയ്യാനുള്ള റൂട്ടീൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും ബൈ ദ CPU. ഇനി ഇതെല്ലാം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? CPU, സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ്, ഇന്റേണൽ റോം, ഇന്റേണൽ റാം, ടൈമർ, സീരിയൽ പോർട്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്, ബസ് കൺട്രോൾ. ദേ ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ വെയർ? സിസ്റ്റം ബസ്. സോ സിസ്റ്റം ബസ് ആണ് ഇറ്റ്സ് എ മെയിൻ പാർട്ട് where we can communicate, components can communicate with each other, where the CPU is the central processing unit that does all the work. Now അതിൽ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ റോമാണ്. റോമിൽ റീഡ് ഓൺലി ആണ്. സോ റൈറ്റ് ഇസ് നോട്ട് പോസിബിൾ.
വൺ ടൈം റൈറ്റ് ആണ്, പിന്നെ റൈറ്റ് പോസിബിൾ അല്ല. സോ ദാറ്റ്സ് വൈ ദ ആരോ സിമ്പിൾ ഇസ് ഡിഫറെൻറ്റ്. ബാക്കിയെല്ലാം ബൈ ഡയറക്ഷൻ ആയിരുന്നു, ഇതാണ് ഡയറക്ഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. അടുത്തത് ബസ് കൺട്രോൾ. നിങ്ങൾ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടിൽ കുറച്ച് സിഗ്നലിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും യൂസിങ് ദ ബസ് കൺട്രോൾ. അപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നിങ്ങൾ പോർട്ട് എന്ന് പറയുന്നത് P0, P2, P1, P3. ഞാൻ ഓർഡർ തെറ്റിച്ച് എഴുതിയിരിക്കുകയാണ്, മനഃപൂർവ്വം എഴുതിയതാണ്. P0യും P2ലും അഡ്രസ്സ് കിട്ടും. അഡ്രസ്സ് ഇപ്പോൾ ഒരു എക്സ്റ്റേണൽ റാമോ റോമോ കണക്ട് ചെയ്യുമ്പോൾ CPU എന്തായാലും ഒരു ലൊക്കേഷൻ ആക്സസ് ചെയ്യണമെങ്കിൽ അതിന് അഡ്രസ്സ് കൊടുക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടൊരു കാര്യമാണ്. അപ്പോൾ അഡ്രസ്സ് എങ്ങനെ പോകും? ത്രൂ എ എക്സ്റ്റേണൽ പിൻ, ഒരു പിൻ വഴിയാണ് പോകേണ്ടത്. ആ പിൻ അവരെന്ത് സെലക്ട് ചെയ്തു? P0യും P2വും. 16 ബിറ്റിന് 2 പോർട്ട് ആവശ്യം വന്നു. ഇപ്പോൾ 2 പോർട്ട് യൂസ് ചെയ്യുമ്പോൾ ലോവർ ഓർഡർ അഡ്രസ്സ് P0യിലും ഹയർ ഓർഡർ അഡ്രസ്സ് P2ലും വരും. അതെങ്ങനെ തിരിച്ചറിയും എക്സ്റ്റേണൽ പെരിഫറൽ അതാണോ എന്ന്? അതിന് കൺട്രോൾ ബസ്സിലെ ഒരു സിഗ്നലുണ്ട്, ALE. അപ്പോൾ അഡ്രസ് ലാച്ച് എനേബിൾ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സിൽ ലാച്ച് ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് അഡ്രസ് ആണോ അല്ലേന്ന് തിരിച്ചറിയാൻ ഈ ALE എന്തായിരിക്കും? CPU അതിനെ ആക്ടിവേറ്റ് ആക്കും, മീൻസ് ഇറ്റ് ബിക്കംസ് 1. അപ്പോൾ ALE 1 ആക്കുമ്പോൾ അഡ്രസ് ഈസ് അവൈലബിൾ അറ്റ് പോർട്ട് 0 ആൻഡ് പോർട്ട് 2 എന്ന് ആർക്ക് പിടികിട്ടും? എക്സ്റ്റേണൽ പെരിഫറലിന് പിടികിട്ടും. അത് എക്സ്റ്റേണൽ റാം ആവാം അല്ലെങ്കിൽ എക്സ്റ്റേണൽ റോം ആവാം. ഇനി അഡ്രസ് അല്ല, ഇനി ഡേറ്റ ആക്സസ് ചെയ്യണമെന്ന് വിചാരിച്ചു. അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞു, ഇനി ഡേറ്റയെ ഒന്ന് ആക്സസ് ചെയ്യണം, അല്ലെങ്കിൽ റൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ റീഡ് ചെയ്യണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അതറിയാൻ വേണ്ടി എന്ത് ചെയ്യും? CPU അല്ല പ്രോസസ്സർ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി വൺസ് ഡേറ്റ ഇസ് ഗിവൺ ALE സിഗ്നൽ 0 ആക്കും. അപ്പോൾ ALE സിഗ്നൽ 0 ആക്കിയാൽ എൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് ഡീആക്ടിവേറ്റഡ്, മീൻസ് നൗ അഡ്രസ് ഈസ് നോട്ട് അവൈലബിൾ ഇൻ ദാറ്റ് ലാച്ച്. ഏത് ലാച്ച്? പോർട്ട് 0യിലും പോർട്ട് 2യിലും. ഇനി അപ്പോൾ ഓട്ടോമാറ്റിക്കലി അഡ്രസ് അല്ലെങ്കിൽ എന്താ ഉള്ളൂ? ഡേറ്റ. ബട്ട് ഡേറ്റ എന്ന് പറയുന്നത് 8 ബിറ്റ് മതി, 16 ബിറ്റിൻ്റെ ആവശ്യമില്ല. 8 ബിറ്റ് ഡേറ്റാസ് എല്ലാ ലൊക്കേഷനിലും 8 ബിറ്റ് ഡേറ്റയേ ഉള്ളൂ. അപ്പോൾ ഒരു പോർട്ട് യൂസ് ചെയ്താൽ മതി. ഏത് പോർട്ട് യൂസ് ചെയ്യും? ഏറ്റവും അടുത്തുള്ളത്, മീൻസ് P0, മീൻസ് പോർട്ട് 0 ആക്കി യൂസ് ചെയ്യുന്നത് ഫോർ ഡേറ്റ ട്രാൻസ്ഫർ. ഫോർ അഡ്രസ് ട്രാൻസ്ഫർ യൂസ് P0 ആൻഡ് P2. പിന്നെ വരുന്നത് സീരിയൽ പോർട്ട്. ഓക്കെ, സീരിയൽ പോർട്ട് എന്ന് പറഞ്ഞാൽ TDX ഫോർ ട്രാൻസ്മിഷൻ ബിറ്റ് ബൈ ബിറ്റ്, RxD എന്ന് പറഞ്ഞാൽ റിസീവിങ് ബിറ്റ് ബൈ ബിറ്റ്. എഗെയിൻ ഈ 2 പിന്ന് അത് ഒരു ആൾട്ടർനേറ്റീവ് ഫങ്ഷൻസ് ഓഫ് പിൻ 3.0 ആൻഡ് പോർട്ട് 3.0 ആൻഡ് പോർട്ട് 3.1. അതേപോലെ ടൈമർ ഉണ്ട്. ടൈമർ വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇൻപുട്ട് കൊടുക്കേണ്ടി വരും. ഇൻപുട്ട് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ക്ലോക്ക് ആവാം അല്ലെങ്കിൽ ഇൻപുട്ട് സിഗ്നൽ ആവാം. അപ്പോൾ ടൈമർ ക്യാൻ വർക്ക് ആസ് ടൈമർ ആസ് വെൽ ആസ് കൗണ്ടർ. ഇനി ടൈമർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സമയം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ടൈമർ. കൗണ്ടർ എന്താണ്? സമയം പറഞ്ഞു കൊടുക്കാനല്ല, ഏതൊക്കെ സിഗ്നൽ വരുന്നുണ്ടോ അതിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ് കൗണ്ടർ. അപ്പോൾ ടൈമർ എന്തായിരിക്കും? ഇങ്ങനെ കൗണ്ട് ചെയ്യും, മീൻസ് 1 2 3 4 5 6 ഒരു റിതമായിട്ട് കൗണ്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ടൈമർ അതാണ് ചെയ്യുന്നത്. കൗണ്ടർ അതല്ല ചെയ്യുന്നത്, കിട്ടുന്ന സിഗ്നലിനനുസരിച്ച് അത് കൗണ്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 5 പാക്കറ്റ് വന്നു, ഒരു മണിക്കൂറിനകത്ത് 5 പാക്കറ്റ് വന്നു. ഞാൻ എന്ത് ചെയ്തു? കൗണ്ടറിൻ്റെ വാല്യൂ 5 ആയി ഓട്ടോമാറ്റിക്കലി. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു 5 പാക്കറ്റ് വന്നു, അപ്പോൾ എന്തായി? കൗണ്ടറിൻ്റെ വാല്യൂ 10 ആയി. സോ ഇപ്പോൾ ടൈമർ ഈസ് ആക്ടിങ് ആസ് എ കൗണ്ടർ. വേറെ ടൈമറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഡെഫിനറ്റ് ആയിട്ട് ക്ലോക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും, മീൻസ് ക്ലോക്കിനനുസരിച്ച് ഇത് കൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ക്ലോക്കിനനുസരിച്ച് കൗണ്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി വർക്കിംഗ് ആസ് എ ടൈമർ, നോട്ട് എ കൗണ്ടർ. അപ്പോൾ 1 2 3 ഇപ്പോൾ ഓരോ ക്ലോക്ക്, ഫസ്റ്റ് ക്ലോക്ക് പൾസ് വന്നു, ടൈമർ വാല്യൂ 1 ആയി. സെക്കൻഡ് ക്ലോക്ക് പൾസ് വന്നു, ടൈമർ വാല്യൂ 2 ആയി. തേർഡ് ക്ലോക്ക് പൾസ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ? 1 2 3 4 5 6 ടൈമിംഗ് വാല്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് കൗണ്ടിങ്. അപ്പോൾ കൗണ്ടറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ടൈമർ ആൻഡ് I can make it timer to work as counter. Next is the interrupt control. അപ്പോൾ നമുക്ക് CPUവിനെ എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞു CPU എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ത്രൂ interrupt control. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ interrupt control സിഗ്നൽ വരും. ആ സിഗ്നൽ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ട്രിഗർ ദ CPU to perform interrupt service routine which are set of programs to service the problem. ഒരു പ്രോബ്ലം ഉണ്ടായാൽ അതിനെ സർവീസ് ചെയ്യണം. ഇപ്പോൾ കാർ സർവീസ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഒരു ബൈക്ക് സർവീസ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സർവീസ് സെൻറ്ററിൽ കൊടുക്കും. അതേപോലെ എന്തെങ്കിലും പ്രോബ്ലം എൻകൗണ്ടർ ചെയ്യുമ്പോൾ, പ്രോബ്ലം അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ എൻകൗണ്ടർ ചെയ്യുമ്പോൾ അത് ഇൻട്രപ്റ്റ് ആയിട്ട് വരും. ആ ഇൻട്രപ്റ്റ് ആണ് ഇൻട്രപ്റ്റ് കൺട്രോൾ ആയിട്ട് വരുന്നത്. ദാറ്റ് വിൽ ഡിസൈഡ് വെദർ CPU ഹാവ് ടു ഗീവ് ഇമ്പോർട്ടൻസ് ടു വിച്ച് ഇൻട്രപ്റ്റ്. അപ്പോൾ അങ്ങനെ 5 ഇൻട്രപ്റ്റ് വരാം.
രണ്ട് എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ്, അതായത് എക്സ്റ്റേണൽ പെരിഫറൽ ഉണ്ടാക്കുന്ന ഇൻട്രപ്റ്റ് ആണ് എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ്. അത് INT0 ആൻഡ് INT1 ആണ്. ആൻഡ് ബോത്ത് ആർ ആക്റ്റീവ് ലോ സിഗ്നൽ വരുമ്പോൾ അത് ആക്ടിവേറ്റ് ആവും. എഗെയിൻ ആ രണ്ട് സംഭവം എവിടെ നിന്നാണ് വരുന്നത്? പുറത്തുനിന്നാണ് വരുന്നത്. ദാറ്റ്സ് വൈ എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ്. അകത്തു നിന്ന് വരുന്ന ഏതൊക്കെയായിരിക്കും? ടൈമർ 0, ടൈമർ 1, സീരിയൽ പോർട്ട്. ലോജിക്കലി നോക്കിയാൽ മതി. ടൈമർ എപ്പോഴേക്കും ഇൻട്രപ്റ്റ് ചെയ്യുന്നു? ഇപ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ടൈമറിൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ ഇൻഫോം ചെയ്യാൻ. ഓട്ടോമാറ്റിക്കലി എങ്ങനെ ഇൻഫോം ചെയ്യും? ബൈ ഇൻട്രപ്റ്റിങ് യു. അപ്പോൾ പ്രോസസ്സിനെ ഇൻട്രപ്റ്റ് ചെയ്യണം. സോ ടൈമർ 0 പണി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻട്രപ്റ്റ് ചെയ്യും. ഇനി ടൈമർ 1 പണി കൊടുത്തു, അത് പണി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനെ ഇൻട്രപ്റ്റ് ചെയ്യണം, CPU-നെ ഇൻട്രപ്റ്റ് ചെയ്യണം. അതേപോലെ സീരിയൽ പോർട്ട് ഒരു ഡേറ്റ റിസീവ് ചെയ്യാൻ പോകുമ്പോഴോ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പോകുമ്പോഴോ എന്ത് ചെയ്യണം? CPU-നെ ഇൻഫോം ചെയ്യണം. ദാറ്റ് ഈസ് ആൻ ഇൻട്രപ്റ്റ് ടു CPU. ഇപ്പോൾ എന്ത് ചെയ്യും? ഇത്തരം ഇൻട്രപ്റ്റ് വരുമ്പോൾ CPU എന്ത് മനസ്സിലാക്കും? എന്തോ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്, അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് വർക്കാക്കും. ആ സെറ്റ് ഓഫ് പ്രോഗ്രാംസിന്റെ വേറൊരു പേരാണ് ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീൻ. അതോടെ 8051 ആർക്കിടെക്ചർ കംപ്ലീറ്റ് ആയി. ഇത് സിംപ്ലിഫൈഡ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് 8051 ആണ്. ഇതിനെക്കാട്ടി കോംപ്ലിക്കേറ്റഡ് ഉണ്ട്. തൽക്കാലം ഇത് പഠിച്ചാൽ മതി. നോക്കാം. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് CPU, 2 types of memory sections, data memory that is RAM, program memory that is ROM. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ്, കൺട്രോൾ ലോജിക് നീഡഡ് ഫോർ ടൈമർ ആൻഡ് കൺട്രോൾ, ദെൻ സീരിയൽ പോർട്ട്, ഇൻട്രപ്റ്റ് ഫങ്ഷൻസ്. ദീസ് കമ്പോണൻസ് കമ്മ്യൂണിക്കേറ്റ് ത്രൂ സിസ്റ്റം ബസ്. അത് അഡ്രസ് ആവാം, ഡേറ്റ ആവാം, കൺട്രോൾ ആവാം. അഡ്രസ് 16 ബിറ്റും ഡേറ്റ 8 ബിറ്റും. ദിസ് ബസ് ഈസ് ബഫേർഡ് ഇൻ ടു ദ ഔട്ട്സൈഡ് വേൾഡ് ത്രൂ IO പോർട്ട്. IO പോർട്ട് വഴിയാണ് അഡ്രസ്സും ഡേറ്റയും പോകുന്നത്. വെൻ ആൻഡ് മെമ്മറി ഓർ IO പോർട്ട് എക്സ്പാൻഷൻ ഈസ് ഡിസൈഡ്. എന്തെങ്കിലും എക്സ്റ്റേണൽ പെരിഫറൽ കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ഇനി CPU എന്താണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇറ്റ് മോണിറ്റേഴ്സ് ആൻഡ് പെർഫോംസ് ഓൾ അർത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്. സോ അതെന്ത് ചെയ്യും? ഇറ്റ് റീഡ്സ് ദ പ്രോഗ്രാം റിട്ടൺ ഇൻ ROM മെമ്മറി, then it executes them, then do the expected task of that application. ഇപ്പോൾ CPU പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി അതിൻ്റെ അകത്ത് കുറേ രജിസ്റ്റേഴ്സ് ഉണ്ട്. ലൈക്ക് രജിസ്റ്റർ A, B, PSW, സ്റ്റാക്ക് പോയിന്റർ SP, സ്റ്റാക്ക് പോയിന്റർ SP, then 16-bit കൗണ്ടർ, പിന്നെ ഡേറ്റ പോയിന്റർ DPTR രജിസ്റ്റേഴ്സ്. അങ്ങനെ കുറേ രജിസ്റ്റേഴ്സ് ഉണ്ട്. These registers എന്താണ്? They are part of special function registers and it has control units. ഇതെല്ലാം കൊണ്ട് ചേർന്ന് വരുന്നതാണ് നിങ്ങളുടെ CPU. Even though I have drawn it to a separate unit, it is a part of CPU. പിന്നെ വരുന്നത് ഇന്റേണൽ ROM. സോ ഇന്റേണൽ ROM എന്ന് പറയുന്നത് 4KB ആണ്. അത് പ്രോഗ്രാം മെമ്മറി ആണ്, നോൺ വോളറ്റൈൽ ആണ്. ഇന്റേണൽ RAM എന്ന് പറയുന്നത് 128 bytes ആണ്, ഡേറ്റ മെമ്മറി ആണ്, വോളറ്റൈൽ ആണ്. മീൻസ് ഡേറ്റ ഈസ് ലോസ്റ്റ് ഇഫ് കറണ്ട് ഈസ് ഗോൺ. ദെൻ ഇന്റേണൽ RAM എന്ന് പറയുന്നത് 3 സെക്ഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ബാങ്ക് സെക്ഷൻ, ബിറ്റ് അഡ്രസ്സബിൾ സെക്ഷൻ വിച്ച് ഇസ് ഓട്ടോമാറ്റിക്കലി എന്താവും? ബൈറ്റ് അഡ്രസ്സബിൾ ആയിരിക്കും. പിന്നെ വരുന്നത് ലാസ്റ്റ് സെക്ഷൻ വിച്ച് ഇസ് ദ ജനറൽ പർപ്പസ് സ്ക്രാച്ച് പാഡ് സെക്ഷൻ. അതായത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. ആ ലൊക്കേഷനാണ് ജനറൽ പർപ്പസ് സ്ക്രാച്ച് പാഡ് സെക്ഷൻ. പിന്നെ ഉള്ളത് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്, IO പോർട്സ്. അപ്പോൾ 4 IO പോർട്സ് ഉണ്ട്, ഈച്ച് ഹാവിംഗ് 8 bit. They are named as P0, P1, P2, P3. All ports are general purpose ports. So P2 is dedicated as input or output port because it has no alternative functions. ഇനി external memory connect ചെയ്യുകയാണെങ്കിൽ port 0 functions as multiplex address or data bus and port 2 contains higher order byte address. ഇനി all the pins of port 3 are multifunctional. അപ്പോൾ അത് എന്തൊക്കെ മൾട്ടിഫങ്ഷൻസ് പിന്നുകളാവാം? That can be programmed as IO port or one of the alternative functions. ഇനി ഇൻട്രപ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് എത്ര ഇൻട്രപ്റ്റ് ഉണ്ട് അതിനെ കൺട്രോൾ ചെയ്യാനാണ് ഇൻട്രപ്റ്റ് കൺട്രോൾ. അപ്പോൾ ഇറ്റ് സപ്പോർട്ട്സ് 3 ഇൻട്രപ്റ്റ് കൺട്രോൾസ്, 3 സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റും 2 എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ്, ദാറ്റ് ഇസ് ഹാർഡ്വെയർ ഇൻട്രപ്റ്റും അതിനെ ഹാൻഡിൽ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. സോ ടോട്ടൽ എത്രയാണ്? 5 ഇൻട്രപ്റ്റ് വിത്തൗട്ട് കൺസിഡറിങ് റീസെറ്റ്. റീസെറ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രപ്റ്റ് തന്നെയാണ്, ബട്ട് ദേ ആർ ആക്ച്വലി നോട്ട് കൺട്രോളബിൾ. അപ്പോൾ 5 ഇൻട്രപ്റ്റ് ഉണ്ട്. സം ടെസ്റ്റ് ബുക്ക് സേസ് ഇറ്റ് ഇസ് 6 ഇൻട്രപ്റ്റ്സ്. അത് നിങ്ങൾ പഠിച്ചാൽ റീസെറ്റും കൂടി ചേർത്തുകൊണ്ടാണ് 6 എന്ന് പറയുന്നത്. ഇനി ടൈമർ എന്ന് പറയുന്നത് എന്താണ്? 2 ടൈമർ ഉണ്ട്. അപ്പോൾ
ടൈമർ ആസ് എ കൗണ്ടർ ആൻഡ് കൗണ്ടർ ആയിട്ട് യൂസ് ചെയ്യാം. ഇനി അതെന്ന് പറയാൻ 2 മോഡ് 2 മൾട്ടി മോഡ് കൗണ്ടറാണ് വിച്ച് 16 ബിറ്റ് ടൈമർ ഓർ കൗണ്ടർ. നിങ്ങൾ ടൈമർ പഠിക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ഡെപ്ത് ആയിട്ട് മനസ്സിലാവും. തൽക്കാലം എന്ന് പറഞ്ഞാൽ 16 ബിറ്റ് ടൈമറാണ് വിച്ച് ഇസ് എൻ അപ്പ് കൗണ്ടർ. അത് വേണമെങ്കിൽ കൗണ്ടർ ആയിട്ട് യൂസ് ചെയ്യാം. സോ ഇൻ ടൈമർ മോഡ് ദേ ആർ യൂസ് ടു ജനറേറ്റ് എ ഡിലേ ഓർ സ്പെസിഫിക് ടൈം. ഒരു പർട്ടിക്കുലർ ഡിലേ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ടൈമർ മോഡ് യൂസ് ചെയ്യുന്നത്. കൗണ്ടർ മോഡ് യൂസ് ചെയ്യുന്നത് പൾസ്, എക്സ്റ്റേണൽ പൾസിന്റെ കൗണ്ട് കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് കൗണ്ടർ മോഡ്. ഇനി സീരിയൽ പോർട്ട് എന്ന് പറയുന്നത് ഫോർ എസ്റ്റാബ്ലിഷിംഗ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ ബൈ ട്രാൻസ്മിറ്റിംഗ് ആൻഡ് റിസീവിംഗ് ഡേറ്റ ബിറ്റ്സ്. സോ അതിനെന്ത് വേണം? 2 പിന്ന് വേണം, റിസീവ് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും. പിന്നെ ഓസിലേറ്റർ എന്തിനാണ്? ഇറ്റ് ഇസ് യൂസ് ഫോർ പ്രൊവൈഡിംഗ് ക്ലോക്ക് ടു 8051 ആൻഡ് ബോട്ട് റേറ്റ് ഫോർ സീരിയൽ കമ്മ്യൂണിക്കേഷൻ. സീരിയൽ കമ്മ്യൂണിക്കേഷൻ വേണ്ടി ഒരു ബോട്ട് റേറ്റ് ഉണ്ട്, മീൻസ് ഡേറ്റ സെൻഡ് ചെയ്യുന്ന ഒരു ടെക്നിക് ഉണ്ട്. ആ ടെക്നിക്കിന്റെ സ്പീഡ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി എന്താണ് ഓസിലേറ്ററിന്റെ യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ വരുന്നത് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ്. ഞാൻ പറഞ്ഞു എ ബി അങ്ങനെ കുറേ രജിസ്റ്റേഴ്സ് ഉണ്ട്. അതെല്ലാം സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററിന്റെ പാർട്ടാണ്. സോ ദീസ് രജിസ്റ്റേഴ്സ് ആർ യൂസ് ടു പ്രോഗ്രാം ആൻഡ് കൺട്രോൾ വേരിയസ് ഓൺ ചിപ്പ് ഹാർഡ്വെയർ പെരിഫറൽസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് 8051. ഈച്ച് SFR ദാറ്റ് ഇസ് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ഹാസ് എ നെയിം. എല്ലാത്തിനും പേരുണ്ട്. ആൻഡ് ആസ് ഇസ് പർപ്പസ്, എല്ലാത്തിനും പർപ്പസും ഉണ്ട്. അപ്പോൾ അതെന്താണ്? ആക്ച്വലി ദേ ആർ മെയിൻ പർപ്പസ് ഈസ് ടു സെർവ് ദ CPU. നമുക്ക് വേണമെങ്കിൽ ആക്സസ് ചെയ്യാം. അപ്പോൾ എല്ലാം ലൊക്കേഷൻ നമുക്ക് ഇതിൻ്റെ അഡ്രസ് ലൊക്കേഷൻസ് ഉണ്ട്, ബട്ട് നോട്ട് ഓൾ ലൊക്കേഷൻസ് ആർ ആക്സസിബിൾ. അതിൽ 21 ലൊക്കേഷൻസ് ആർ ആക്സസിബിൾ ആൻഡ് അതേഴ്സ് ആർ നോട്ട് ആക്സസിബിൾ അറ്റ് ഓൾ. ദേ ആർ ഇല്ലീഗൽ ടു ബി ആക്സസ്ഡ്. So only 21 locations in SFR space are used in 8051 for implementing SFR. Again, SFR location എങ്ങനെ കൊടുത്തു? ഒരു അഡ്രസ്സ് കൊടുക്കേണ്ടി വരും. രജിസ്റ്ററിന് സാധാരണ അഡ്രസ്സ് കൊടുക്കാറില്ല, ബട്ട് അഡ്രസ്സ് കൊടുത്തു. അത് ഏത് കൊടുത്തു? ദേ ആർ ഗിവൺ അൺയൂസ്ഡ് ദേ ആർ ഗിവൺ അൺഅവൈലബിൾ റാം ലൊക്കേഷൻ ആയിട്ട് കൊടുത്തു. മീൻസ് റാം ലൊക്കേഷൻ എത്ര വരെ ഉണ്ടായിരുന്നുള്ളൂ? നമ്മൾ റാം ലൊക്കേഷൻ ഓക്കെ, റാം ലൊക്കേഷൻ 128 ബൈറ്റ് ആയിരുന്നു. ഓക്കെ, 128 ബൈറ്റിന് 7 ബിറ്റ് മതി. അപ്പോൾ നമ്മളെ അഡ്രസ് ലൈൻസ് എപ്പോഴും 2n മീൻസ് 2ന്റെ പവർ ആയിരിക്കണം. അപ്പോൾ 8 ബിറ്റ് മിനിമം വേണ്ടി വരും. ബട്ട് 7ന്റെ ആവശ്യമുള്ളൂ, 7 ലൈൻസിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ 7 ലൈൻ യൂസ് ചെയ്ത് എനിക്ക് ഇന്റർണൽ റാം ആക്സസ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ബിറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. 8th ബിറ്റ് 0 ആയിരിക്കും. ഞാൻ 8 ബിറ്റും കൂടി യൂസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്തു? എനിക്ക് ബാക്കിയുള്ള ലൊക്കേഷൻ SFRസിന് അഡ്രസ്സ് കൊടുത്തു വെറുതെ, ഫോർ റെഡ്യൂസിങ് ദ ഓപ്പ് കോഡ്. ഓപ്പ് കോഡ് നിന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓപ്പ് കോഡ് കുറയ്ക്കാൻ വേണ്ടിയാണ് അവിടെ അഡ്രസ്സ് കൊടുത്തത്. ദേ ആർ നോട്ട് പാർട്ട് ഓഫ് ദ റാം, ദേ ആർ ഗിവൻ ദ അഡ്രസ് ലൊക്കേഷൻ ആഫ്റ്റർ ദ റാം. അപ്പം അങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന 21 ഉള്ളൂ. മൊത്തം അത്ര കുറേ ഉണ്ടെങ്കിലും 21 ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. മൊത്തം 128 ലൊക്കേഷൻസ് വരും, അതിൽ 21 ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം ദേ ആർ നോട്ട് ലീഗൽ ടു ആക്സസ്. അതിൽ ഔട്ട് ഓഫ് 21 ലൊക്കേഷൻസ് 11 ലൊക്കേഷൻസ് ആർ ബിറ്റ് അഡ്രസ്സബിൾ. നമുക്ക് അതിൻ്റെ ഒരു രജിസ്റ്ററിൻ്റെ ഓരോ ബിറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ എത്ര ലൊക്കേഷൻസ് ഉണ്ട്? 11 ലൊക്കേഷൻസ് ഉണ്ട് ഔട്ട് ഓഫ് 21. ഇനി അങ്ങനെ എത്ര 21 രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ 21 രജിസ്റ്റേഴ്സ് ഇതൊക്കെയാണ്. മാത്ത് രജിസ്റ്റേഴ്സ് എ ആൻഡ് ബി. എ എന്ന് പറയുന്ന അക്യുമുലേറ്റർ, ബി എന്ന് പറയുന്ന വേറൊരു രജിസ്റ്റർ ഫോർ ഡൂയിങ് ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. എ എന്ന് പറയുന്ന റിസൾട്ട് സ്റ്റോർ ചെയ്യാനുള്ള ലൊക്കേഷനാണ്. അതാണ് അക്യുമുലേറ്റർ. പേര് പറയാൻ കാരണം അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സ്റ്റാറ്റസ് രജിസ്റ്റർ, അപ്പോൾ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്. ഇനി പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത് PC ആണ്. PC കണ്ടെയ്ൻസ് അഡ്രസ്, അപ്പോൾ 16 ബിറ്റ് ആണ്. പോയിന്റർ രജിസ്റ്റർ, PC എന്ന് പറയുന്നത് ഒരു അഡ്രസ് ഓഫ് ദ പ്രോഗ്രാം. പ്രോഗ്രാം അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് റോമിൽ. സോ PC കണ്ടെയ്ൻസ് ദ അഡ്രസ് ടു ബി എക്സിക്യൂട്ടഡ് ഇൻ ദ നെക്സ്റ്റ് സൈക്കിൾ. അതിൻ്റെ അഡ്രസ്സാണ് കിടക്കുന്നത്. പോയിന്റർ രജിസ്റ്റർ എന്ന് പറയുന്നത് ഡേറ്റ പോയിന്റർ ആവാം, സ്റ്റാക്ക് പോയിന്റർ ആവാം. അത് 16 ബിറ്റ് ആണ് മൊത്തം. അപ്പോൾ ഡേറ്റ പോയിന്റ് 16 ബിറ്റ് ആയിരിക്കും. സ്റ്റാക്ക് പോയിന്റർ എന്ന് പറയുന്നത് 8 ബിറ്റ് ആയിരിക്കും. ഓക്കെ, DPTR എന്ന് പറയുന്നത് 2 വരാം, 16 ബിറ്റും. സ്റ്റാക്ക് പോയിന്റർ എന്ന് പറയുന്നത് 8 ബിറ്റ് ആണ്. ഇത് സ്റ്റാക്ക് പോയിന്റർ വരുന്നത് ശരിക്കും റാമിലാണ്, അതുകൊണ്ട് 8 ബിറ്റ് വരാൻ കാരണം. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് ലാച്ചസ് വരാം, P0, P1, P2, P3. അതിൻ്റെ അഡ്രസ്സ് കൊടുത്തു ടു റെഡ്യൂസ് ദ ഓപ്പ് കോഡ്. പിന്നെ പെർഫറൽ ഡേറ്റ രജിസ്റ്റേഴ്സ് വരാം. അങ്ങനെ TL0, TH0, TL1, TH1, അങ്ങനെ SBUF,
അങ്ങനെ കുറെ പെർഫറൽ കൺട്രോൾ രജിസ്റ്റേഴ്സും ഉണ്ട്. IP, IE, TMOD, TCON, SCON, PCON. ജസ്റ്റ് അറിഞ്ഞാൽ മതി. നമുക്ക് ഇനി പഠിക്കുമ്പോൾ ഇതെല്ലാം ഡെപ്തിൽ പഠിക്കേണ്ടി വരും. അപ്പോൾ പഠിച്ചാൽ മതി. തൽക്കാലത്തേക്ക് പറഞ്ഞാൽ മതി സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് പ്രോഗ്രാം ആൻഡ് കൺട്രോൾ വേരിയസ് ഓൺ ചിപ്പ് ഹാർഡ്വെയർ പെരിഫറൽസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് 8051. അങ്ങനെ അതിൽ 21 യൂസ് ചെയ്യാൻ പറ്റും. 21 എന്താണ്? ദേ ആർ ഗിവൺ ദ അൺയൂസ്ഡ് സ്പേസ് ഓഫ് റാം ലൊക്കേഷൻസ്. അപ്പോൾ അതിനകത്ത് 21 മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ 21-ൽ 11 ബിറ്റ് അഡ്രസ്സബിൾ ആണ്. ഇത് മിനിമം അറിയേണ്ടത് എയും ബിയും PSWR PC ആണ്, ബിക്കോസ് ദേ ആർ യൂസ്ഡ് ഇൻ ലേറ്റർ ഓൺ ദിസ് സെക്ഷൻ.